ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 8 ഫെബ്രുവരി 2021 മുതൽ 12 ഫെബ്രുവരി 2021 വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കണം എന്നാവശ്യമുള്ളവർ ചാനലിലെ ജോയിൻ ബട്ടൺ വഴി മെമ്പർഷിപ്പ് കൺസിഡർ ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച പൊസിഷണൽ അതുപോലെ തന്നെ സ്വിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ പെട്രോ കെമിക്കൽ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ പെട്രോ കെമിക്കൽ ലിമിറ്റഡ് 33,991 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ സെക്ടർ PE നോക്കുകയാണെങ്കിൽ 37ഉം കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4ഉമാണ്. അതായത് വളരെ ചീപ്പ് വാല്യൂഷനിൽ അവൈലബിൾ ആണ്. സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 4.33% സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ്. അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് മന്തിലെ ഡെലിവറി ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മന്തിൽ 39% ഡെലിവറിയാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. ലാസ്റ്റ് വീക്കിൽ 41% ഡെലിവറിയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 42% ഡെലിവറിയുമാണ് സ്റ്റോക്കിലുണ്ടായത്. സ്റ്റോക്കിൻ്റെ പ്രീവിയസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 വീക്കിൽ ഈ സ്റ്റോക്ക് 3% ഗെയിൻ തന്നു കഴിഞ്ഞു. 1 മന്തിൽ സ്റ്റോക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് നൽകിയത്. സെൻസെക്സ് 4% ഗെയിൻ ആണ് തന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ -5% നെഗറ്റീവ് റിട്ടേൺ, സെക്ടർ 19% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 23% പോസിറ്റീവ് ഗെയിനുമാണ് തന്നത്. 3 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 41% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. സെക്ടർ 28%, സെൻസെക്സ് 45% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതായത് 1 ഡേ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നവംബർ മാസത്തിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ ബ്രീച്ച് ചെയ്തായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി മാറിയിരിക്കുന്നത് 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 240 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ്. ഇനി നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം നമ്മൾക്ക് പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വീക്കിലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വീക്കിലി ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് W ടൈപ്പ് പാറ്റേൺ ഫോം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ കൺസോളിഡേഷൻ ഫേസിലുമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നവംബർ മാസം മുതൽ ഇതുവരെയും ഈ സ്റ്റോക്ക് ടൈറ്റ് റേഞ്ച് ബൗണ്ട് കൺസോളിഡേഷൻ ആണ്. കൂടാതെ കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു Q3 റിസൾട്ട് കൂടി വന്നിട്ടുണ്ട്. Q3 റിസൾട്ടിൽ കമ്പനിയുടെ സെയിൽസിൽ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റും അതുപോലെ തന്നെ ROE പോലുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ കമ്പനിയുടെ Q3 റിസൾട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ മൊമെൻറ്റം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടക്കാം. അതായത് സ്റ്റോക്ക് ടൈറ്റ് കൺസോളിഡേഷൻ്റെ ബേസിന് ശേഷം ഈ സ്റ്റോക്കിലെ നെക്സ്റ്റ് റേഞ്ച് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിതിലെ പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. സേഫ് സ്ട്രാറ്റജിക്ക് വേണ്ടി സ്റ്റോക്ക് അതിൻ്റെ 200 വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ റേഞ്ചിൽ ബൈ ചെയ്യാവുന്നതാണ്. അതായത് 250 രൂപ റേഞ്ചിൽ ബൈ ചെയ്യാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 240 അല്ലെങ്കിൽ 235 റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആയി സെറ്റ് ചെയ്തതിന് ശേഷം 300 എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റിനെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇതാണ് സ്റ്റോക്കിൻ്റെ പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി. ഇനി സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതായത് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 240 ആണ്. 240 എന്ന് പറയുന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് കൂൾ ഡൗൺ ആവുകയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും ഒന്ന് സപ്പോർട്ട് എടുക്കുന്നത് 213 എന്ന് പറയുന്ന റീജിയനിൽ തന്നെയായിരിക്കും. ഈ 213 എന്ന് പറയുന്ന റീജിയനിൽ നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ വീണ്ടും സ്റ്റോക്ക് 240 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനുള്ള അതായത് 213 എന്ന് പറയുന്ന ലെവലിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതിന് ശേഷം നെക്സ്റ്റ് പുൾ ബാക്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും 230 അല്ലെങ്കിൽ 240 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. അതായത് സ്വിംഗിൽ വളരെ ഈസി ആയിട്ട് 10%ഓളം ഗെയിൻ നേടാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ്. വരുന്ന ആഴ്ച കൺസിഡർ ചെയ്യാവുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ് ലിമിറ്റഡ്. ബ്രേക്കൗട്ട് സ്ട്രാറ്റജി വഴി 5 to 6%ഓളം ഗെയിൻ ഈസിലി അറ്റൈൻ ചെയ്യാവുന്ന ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2057 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മാൾ ക്യാപ്പ് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 26 സെക്ടറിൻ്റെ വാല്യൂഷനും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ അതിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 13ഉമാണ്. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 2.81% ഡിവിഡൻഡ് ഈൽഡ് തരുന്ന നല്ലൊരു കമ്പനിയാണിത്. അഗ്രികൾച്ചർ സെക്ടറിൽ റീസെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ന്യൂസ് അനൗൺസ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് കൂടി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് കിർലോസ്കറിൻ്റെ 1 മന്തിലെ ആവറേജ് ഡെലിവർ നോക്കുകയാണെങ്കിൽ 69%, 1 വീക്കിൽ 57%,
ശതമാനം, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 51% ഈ സ്റ്റോക്കിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1 വീക്കിൽ 14% റിട്ടേൺ തന്നു. സെൻസെക്സ് 9% ഗെയിനും സെക്ടർ 15% റിട്ടേണുമാണ് തന്നത്. 1 മന്തിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 9% ഗെയിനാണ് തന്നത്. സെക്ടർ 19%വും സെൻസെക്സ് 4% ഗെയിനുമാണ് തന്നത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 3 ഇയറിൽ ഈ സ്റ്റോക്ക് 62% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. സെൻസെക്സിൽ 45% ഗെയിനും സെക്ടറിൽ 18% ഗെയിനുമാണ് തന്നത്. 1 ഇയറിൽ ഈ സ്റ്റോക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് കാണിക്കുന്നത്. സെക്ടർ 21% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 23% ഗെയിനും ആണ് തന്നത്. ഇനി നമ്മൾക്ക് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത് സ്റ്റോക്കിൽ ഒരു റീസെൻറ്റ് ബ്രേക്കൗട്ട് നടന്നിരിക്കുകയാണ്. അതും ബ്രേക്കൗട്ടിന് ശേഷം സ്റ്റോക്കിൽ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കൂടി ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 186 രൂപയാണ് സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. വരുന്ന ആഴ്ചകളിൽ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി തരാൻ കേപ്പബിലിറ്റിയുള്ള മറ്റൊരു സ്റ്റോക്കാണ് പ്ലാസ്റ്റിക് സെക്ടറിലെ ഒരു സ്റ്റോക്കായിട്ടുള്ള നീൽകമൽ. നീൽകമൽ 2338 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ 10 രൂപയാണ്. സെക്ടറിൻ്റെ PE 37ഉം സ്റ്റോക്കിൻ്റെ PE 28ഉമാണ്. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 0.96%, അതായത് തരക്കേടില്ലാത്ത ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണെന്ന് പറയാം. കമ്പനിയുടെ ഡെലിവറി റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1 മന്തിൽ 42% ഡെലിവറിയും 1 വീക്കിൽ 51% ഡെലിവറിയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് 43% ഡെലിവറിയുമാണ് ഈ സ്റ്റോക്കിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ഡെലിവറി എന്ന് തന്നെ നമ്മൾക്ക് പറയാം. 1 വീക്കിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5% ഗെയിനാണ് തന്നത്. പ്ലാസ്റ്റിക് സെക്ടർ 8% ഗെയിനും സെൻസെക്സ് 9% ഗെയിനും ആണ് തന്നത്. 1 മന്തിൽ ഈ സ്റ്റോക്ക് 1% റിട്ടേൺ ആണ് തന്നത്. സെക്ടർ 6% റിട്ടേണും സെൻസെക്സ് 4% റിട്ടേണും ആണ് തന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10% പോസിറ്റീവ് റിട്ടേൺ തന്ന ഈ സ്റ്റോക്ക് 3 ഇയറിലെ പെർഫോമൻസിൽ 6% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. സെൻസെക്സ് 3 ഇയർ കൊണ്ട് 45% ഗെയിനും സെക്ടർ 39% റിട്ടേണും തന്നു. സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ട്രേഡുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഒരു W പാറ്റേൺ ഫോം ചെയ്തതായിട്ട് കാണാം. അതായത് ബോട്ടം നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു W പാറ്റേൺ ഫോം ചെയ്തതായിട്ട് കാണാം. ഈ W പാറ്റേൺ വെച്ച് നമ്മൾക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതായത് സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1566 രൂപയാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ്. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 20 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള 1500ഉം അതിനുശേഷം വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് 1450 രൂപ, 1462, 1450 രൂപ റേഞ്ചുമാണ് സ്റ്റോക്കിൻ്റെ മെയിൻ സപ്പോർട്ടുകൾ. അപ്പോൾ സ്റ്റോക്കിൽ W പാറ്റേണിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 17 ഫെബ്രുവരി 2021 ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റും വരികയാണ്. അത് സ്റ്റോക്കിൽ ഉറപ്പായിട്ടും ഒരു മൊമെൻറ്റം ഉണ്ടാക്കും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് 1600 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ, ക്ലോസിംഗ് ബേസിൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ 1750 എന്ന് പറയുന്ന ടാർഗറ്റ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. ഇൻട്രീം ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ 1650 അല്ലെങ്കിൽ 1700 കൺസിഡർ ചെയ്യാവുന്നതുമാണ്. ഇനി സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് സംസാരിക്കാം. അതായത് പ്രൈം സ്റ്റോപ്പ് ലോസ് വേണമെന്ന് ആവശ്യമുള്ളവർക്ക് 1500 പ്രൈം സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. ഡീപ്പ് സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ 1435 രൂപ സ്റ്റോക്കിൻ്റെ ഡീപ്പ് സ്റ്റോപ്പ് ലോസ് ആയിട്ടും വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു ട്രേഡിനെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റി പഠിക്കാവുന്നതാണ് ഈ സ്റ്റോക്കിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്